നമ്മുടെ മോൻ. ഒന്നും സംഭവിക്കില്ല. ഞാനവനെ ആർക്കും വിട്ടുകൊടുക്കില്ല. എന്തൊക്കെ നഷ്ടപ്പെടേണ്ടി വന്നാലും ആരുടെയൊക്കെ കാല് പിടിക്കേണ്ടി വന്നാലും എനിക്കവനെ വേണം. നമ്മുടെ മോനവൻ. അവനും നമ്മളെ പിരിയാനാവില്ല. ഗ്രൂപ്പ് വിസയാണ്. എല്ലാരും നാളെ തന്നെ ബോംബെക്ക് തിരിക്കും. ഞാൻ പോണില്ലെന്ന് പറഞ്ഞപ്പോ ഏട്ടൻ ഒരുപാട് വഴക്കു പറഞ്ഞു. എത്രയായാലും നീ അവസ്ഥയിൽ കഴിയുമ്പോ. എന്താ മണിയാ നീ പറയണേ? ഞാനെന്താ കൊലക്കേസിലെ പ്രതി വല്ലോ ആണോ? അച്ഛനോട് വിരോധമുള്ള ആരോ ഒരാൾ കള്ളക്കേസ് കൊടുത്തെന്നും പറഞ്ഞ്. വളരെയധികം ആഗ്രഹിച്ചു കിട്ടിയ ഒരു അവസരമല്ലേ? നീ പോണം. 10 കാശുണ്ടാക്കി എല്ലാവരുടെയും മുമ്പിൽ ഞെളിഞ്ഞു എന്ന് പറയണം, നീ മാണിക്യമംഗലത്തെ സന്തതിയുടെ വെറും പാലല്ലെന്ന്. എനിക്കിവിടെ അഭിമാനമുള്ള കാര്യമല്ലേടാ അത്. യെസ് യുവർ ഓണർ, ഒരേ ഛായയിലുള്ള 9 പേരെങ്കിലും ഉണ്ടാകുമെന്ന് ഗിന്നസ് ബുക്കിൽ പോലും വന്നതാണ്. രൂപസാദൃശ്യവും ശബ്ദസാദൃശ്യവും ഇന്നൊരു സാധാരണ സംഭവമാണ്. അത് ഞാൻ നിഷേധിക്കുന്നില്ല യുവർ ഓണർ. അങ്ങനെ സംഭവിച്ചേക്കാം. നടന്ന കഥകളുമുണ്ട്. എന്റെ സുഹൃത്ത് അഡ്വക്കറ്റിന് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെയുള്ള കഥകൾ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ ഞാൻ ഒരുക്കമാണ്. കഥ കേൾക്കാൻ ഞാൻ കൊച്ചുകുട്ടിയൊന്നുമല്ല. അമ്മ എനിക്ക് ഒരുപാട് കഥകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് തന്നെ ധാരാളം. ഓർഡർ ഓർഡർ. ബഹുമാനപ്പെട്ട പബ്ലിക് പ്രോസിക്യൂട്ടർ ഈ വിഷയത്തിൽ നിന്നും വഴുതി മാറുകയാണ്. തന്റെ മകനുമായി രൂപസാദൃശ്യമുള്ള ഒരാളെ, അതായത് ഈ നിൽക്കുന്ന അനന്തകൃഷ്ണൻ തമ്പിയെ യാദൃച്ഛികമായി വാദിയായ വിശ്വംഭരൻ വഴിയിൽ വെച്ച് കണ്ടുമുട്ടിയപ്പോൾ കുടുംബ പശ്ചാത്തലം മനസ്സിലാക്കുകയും ഒരുപാട് സ്വത്തിന് ഏകാവകാശി ഈ അനന്തകൃഷ്ണനാണെന്ന് അറിയുകയും ചെയ്തപ്പോൾ അത് തട്ടിയെടുക്കാൻ കെട്ടിച്ചമച്ച ഒരു കള്ളക്കഥയായിട്ട് എനിക്ക് ഈ കേസിനെ കാണാൻ കഴിയൂ. ഐ ഒബ്ജക്ട് യുവർ ഓണർ. സത്യാവസ്ഥ ബോധ്യപ്പെടുത്തുവാൻ ഒരു സാക്ഷിയെ വിസ്തരിക്കാൻ ബഹുമാനപ്പെട്ട കോടതി എന്നെ അനുവദിക്കണം. സാക്ഷിയെ ഹാജരാക്കാം. എന്ത് ചെയ്യുന്നു? വിമല ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. ഏത് വിഭാഗത്തിൽ? ഗൈനക്കോളജി. എത്ര കാലമായി അവിടെ ജോലി നോക്കുന്നു? 34 years. ഇപ്പോഴും അവിടെ തന്നെയാണോ? അതെ. ഈ നിൽക്കുന്ന ആളെ നിങ്ങൾ അറിയുമോ? അറിയാം. എങ്ങനെ അറിയാം? ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ പ്രസവം ഞാനാണ് അറ്റൻഡ് ചെയ്തത്. എന്നായിരുന്നു അത്? ഏതാണ്ട് 26 വർഷം മുമ്പാണ്. ആശുപത്രി രേഖകളിൽ അത് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ ഒരു കോപ്പി ഇവിടെ ഹാജരാക്കിയിട്ടുണ്ട്. ഒബ്ജക്ഷൻ യുവർ ഓണർ. യെസ്. ഒത്തിരി ജോലി തിരക്കും ഒരുപാട് രോഗികളുമായി ഇടപഴകുന്ന ഒരു ഡോക്ടർക്ക് പ്രസവത്തിനായി അഡ്മിറ്റ് ചെയ്ത ഒരു സ്ത്രീയുടെ ഭർത്താവിനെ 26 വർഷങ്ങൾക്ക് ശേഷവും ഓർമ്മിക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. സാക്ഷിയുടെ ഓർമ്മശക്തിയെ ചോദ്യം ചെയ്യാനുള്ള അധികാരം ഒരു നിയമജ്ഞനില്ല. ഇദ്ദേഹത്തെ മറക്കാതിരിക്കാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. എന്താണത്? അന്ന് ആ സ്ത്രീ പ്രസവിച്ചത് 2 കുട്ടികളായിരുന്നു. 2 ആൺകുട്ടികളെ. ഹാജരാക്കിയിരിക്കുന്ന രേഖകളിൽ അക്കാര്യം പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. യുവർ ഓണർ, ഒരു കാര്യം കൂടി സാക്ഷിയോട് എനിക്ക് ചോദിക്കാനുണ്ട്. ചോദിച്ചോളൂ. ഡോക്ടർ, ആ നിൽക്കുന്ന ഉമയമ്മ എന്ന സ്ത്രീയെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല. വിശ്വംഭരന്റെ ഭാര്യ പ്രസന്നയെ അഡ്മിറ്റ് ചെയ്ത ബേവാർഡിന്റെ തൊട്ടടുത്ത മുറിയിൽ അന്നേ ദിവസം തന്നെയാണ് ഉമയമ്മയെ അഡ്മിറ്റ് ചെയ്തതെന്ന് പ്രതിഭാഗം വക്കീൽ പറയുന്നു. അത് ശരിയാണോ? അന്ന് തൊട്ടടുത്ത മുറിയിൽ ആരായിരുന്നു എന്ന് വ്യക്തമായി പറയണമെങ്കിൽ ആശുപത്രി രജിസ്റ്ററിൽ നോക്കണം. യുവർ ഓണർ, ഇവിടെ ഹാജരാക്കിയിരിക്കുന്ന രേഖകളുടെയും സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിൽ അനന്തകൃഷ്ണൻ തമ്പി എന്ന് പറയുന്ന ആ നിൽക്കുന്ന യുവാവ് എന്റെ കക്ഷി വിശ്വംഭരന്റെ മോൻ തന്നെയാണെന്ന് വ്യക്തമായി തെളിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് എന്റെ കക്ഷിക്ക് അനുകൂലമായ വിധി ഉണ്ടാകണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അപേക്ഷിക്കുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. പ്രതിഭാഗം വക്കീലിന് സാക്ഷിയോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല. പക്ഷേ യുവർ ഓണർ, ഒരു സ്വകാര്യ ആശുപത്രിയിൽ 36 വർഷം സേവനമനുഷ്ഠിച്ച ഇപ്പോഴും അവിടെ തന്നെ സേവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡോക്ടർക്ക് രേഖകൾ ഉണ്ടാക്കാനും അതിൽ തിരിമറി നടത്താനും ഒരു പ്രയാസവുമില്ല. ഐ ഒബ്ജക്ട് യുവർ ഓണർ. ആതുര ശുശ്രൂഷ രംഗത്ത് കഴിഞ്ഞ 36 വർഷത്തെ സേവന പാരമ്പര്യമുള്ള, ഇതുവരെ യാതൊരു പേരുദോഷവും കേൾപ്പിച്ചിട്ടില്ലാത്ത പ്രഗത്ഭനും പ്രശസ്തനുമായ എന്റെ സാക്ഷിയുടെ പേരിൽ ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ച പ്രതിഭാഗം വക്കീലിനോട് എനിക്ക് സഹതാപം തോന്നുന്നു. കൂൾ ഡൗൺ മിസ്റ്റർ പ്രോസിക്യൂട്ടർ. അദ്ദേഹത്തിന് പറയാനുള്ളത് മുഴുവൻ പറയട്ടെ. അതുകൂടി കേൾക്കാനുള്ള ഞാൻ ഇവിടെ ഇരിക്കുന്നത്.
വാദിയെ ഒരിക്കൽ കൂടി വിസ്തരിക്കുവാൻ ബഹുമാനപ്പെട്ട കോടതി എന്നെ അനുവദിക്കണം. യെസ്, പ്രൊസീഡ്. നിങ്ങളുടെ ഭാര്യ പ്രസന്ന ഇരട്ട പ്രസവിച്ചു എന്ന നിങ്ങളുടെ വാദവും പ്രസവമെടുത്ത ഡോക്ടറുടെ മൊഴിയും ഞാൻ അംഗീകരിക്കുന്നു. പ്രസവമുറിയിൽ നിന്നും കുഞ്ഞിനെ ഏറ്റുവാങ്ങിയതാരാണ്? ഞാനാണ്. നിങ്ങൾ ഫീഡിംഗ് ബോട്ടിലും കൊതുകുവലയും കുട്ടിയുടുപ്പും പൗഡറും മറ്റും വാങ്ങാൻ പോയി തിരികെ വന്നപ്പോൾ ഒരു കുട്ടിയെ തൊട്ടിൽ കണ്ടില്ല എന്നാണല്ലോ നിങ്ങൾ കോടതിയിൽ നൽകിയ മൊഴി. അതെ. അപ്പോൾ അബോധാവസ്ഥയിലായ നിങ്ങളുടെ ഭാര്യയെയും ജനിച്ച് 1 മണിക്കൂർ പോലും തികയാത്ത 2 കുട്ടികളെയും ഒറ്റയ്ക്കാക്കിയിട്ടാണ് നിങ്ങൾ സാധനങ്ങൾ വാങ്ങാൻ പോയത്, അല്ലേ? അത് ആശുപത്രി തൊട്ടു മുമ്പിൽ തന്നെ ഉണ്ട് ഇതൊക്കെ കിട്ടുന്ന കട. സഹായത്തിന് ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ പോകേണ്ടി വന്നു. ആട്ടെ, എത്ര സമയത്തിനുള്ളിൽ തിരിച്ചു വന്നു? ഏതാണ്ട് ചോദിച്ചത് കേട്ടില്ലേ? കഷ്ടിച്ചൊരു 10 മിനിറ്റ്. ഈ 10 മിനിറ്റിനുള്ളിലാണ് നിങ്ങളുടെ ഒരു കുഞ്ഞിനെ കാണാതായത്, അല്ലേ? അതെ. കാണാതായപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി? പൂച്ച കടിച്ചുകൊണ്ട് പോയെന്ന് കരുതിയോ? യുവർ ഓണർ, നോട്ട് ദിസ് പോയിന്റ്. കൂടെ പിറന്ന കുഞ്ഞിനെ കാണാതായിട്ടും നിങ്ങൾ അന്നൊരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നിട്ടും എങ്ങും പരാതിപ്പെട്ടില്ലേ? ഞാൻ ജോലി ചെയ്യുന്ന സ്റ്റേഷനിലെ എസ് ഐയോട് വിവരം പറഞ്ഞു. അന്വേഷണം നടത്തി. ഒരു പ്രയോജനം ഉണ്ടായില്ല. പിന്നെ അവനെ ഞങ്ങൾക്ക് വിധിച്ചിട്ടില്ല എന്ന് കരുതി ഞാനും അവന്റെ അമ്മയെ അങ്ങ് സമാധാനിച്ചു. കൊള്ളാം, നല്ല സ്നേഹമുള്ള അച്ഛൻ. യുവർ ഓണർ, സർവീസിലുള്ള കാലത്ത് കള്ളക്കേസ് ഉണ്ടാക്കുകയും കൈക്കൂലി വാങ്ങുകയും ചെയ്തിരുന്ന നികൃഷ്ടനായ ഒരു പോലീസുകാരനായിരുന്നു ഇയാൾ. ഡിപ്പാർട്ട്മെന്റിൽ നിന്നും സസ്പെൻഷൻ കിട്ടിയിട്ടാണ് ഇയാൾ സ്ഥലം മാറിപ്പോയത്. പോലീസ് രേഖകൾ പരിശോധിച്ചാൽ കോടതിക്ക് അത് ബോധ്യമാവും. യുവർ ഓണർ, തന്റെ മകന്റെ മുഖഛായയുള്ള ഒരാളെ കണ്ടപ്പോൾ അവന് ഭാരിച്ച സ്വത്തുക്കളുണ്ടെന്ന് അറിഞ്ഞപ്പോ തന്റെ പോലീസ് കുബുദ്ധിയിൽ തോന്നിയ ഒരു സൂത്രത്തിന്റെ ഭാഗമാണ് ഈ കേസ്. പ്രകൃതിയുടെ വികൃതി കൊണ്ടാവാം, ജന്മരഹസ്യത്തിന്റെ നിഗൂഢതകൾ കൊണ്ടാവാം, എന്റെ കക്ഷിയുടെ മകന്റെ ഛായ വാദിയുടെ മകനും വന്നുപോയി. ഇതിൽ എന്റെ കക്ഷിയോ മകനോ കുറ്റക്കാരല്ല. ആയതുകൊണ്ട് തികച്ചും ബാലിശമായ ഈ കേസ് തള്ളിക്കളയണമെന്നാണ് എന്റെ അപേക്ഷ. തന്നെയുമല്ല, എന്റെ കക്ഷികളെ മാനസികമായി പീഡിപ്പിച്ചതിനും നാട്ടുകാരുടെ മുമ്പിൽ അപഹാസ്യരാക്കിയതിനും നഷ്ടപരിഹാരം നൽകാൻ വാദി ബാധ്യസ്ഥനാണെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അപേക്ഷിക്കുന്നു. That's all, Your Honor. പ്രോസിക്യൂട്ടർക്ക് എന്തെങ്കിലും പറയാനോ ചോദിക്കാനോ ഉണ്ടോ? ഉണ്ട്. അനന്തകൃഷ്ണൻ തമ്പിയുടെ അമ്മയെന്ന് പറയപ്പെടുന്ന രണ്ടാമത്തെ ശ്രീമതി ഉമയമ്മ സത്യവാലൻ തമ്പിയോട് ചില ചോദിക്കാനുണ്ട്. ചോദിക്കാം. നിങ്ങളുടെ മകൻ തന്നെയാണല്ലോ ഈ നിൽക്കുന്ന അനന്തകൃഷ്ണൻ തമ്പി? അതെ. നിങ്ങൾ പ്രസവിച്ച മകൻ? അതെ. എന്റെ കക്ഷിയെ മാനസികമായി പീഡിപ്പിക്കുന്ന ചോദ്യങ്ങളാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ ചോദിക്കുന്നത്. അവരൊരു സ്ത്രീയാണെന്നുള്ള പരിഗണനയെങ്കിലും കൊടുക്കണം. നിയമത്തിന്റെ മുന്നിൽ സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ല. നീതി എല്ലാവർക്കും കിട്ടണം. ഈ കേസ് സംബന്ധമായ ചോദ്യങ്ങൾ മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. പ്രൊസീഡ്. നിങ്ങളുടെ ഭർത്താവ് സത്യപാലനും വിശ്വംഭരനും ഒരേ സ്റ്റേഷനിലായിരുന്നു ജോലി നോക്കിയിരുന്നല്ലേ? അതെ. ഇരുവരും ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്നു അല്ലേ? ആയിരുന്നു. ഇയാൾ മാണിക്യമംഗലത്ത് സ്ഥിരമായി വരാറുണ്ടായിരുന്നു അല്ലേ? ചിലപ്പോഴൊക്കെ. അനന്തകൃഷ്ണൻ തമ്പി നിങ്ങളുടെ മകനാണെന്ന് വാദിക്കുന്ന സ്ഥിതിക്കും നിങ്ങളുടെ മകനും വിശ്വംഭരന്റെ മകനും ഒരേ ഛായ ഉള്ളതുകൊണ്ടും നിങ്ങളുടെ ഭർത്താവിന്റെ ഉറ്റ സുഹൃത്തും മാണിക്യമംഗലത്തെ നിത്യസന്ദർശകമായ വിശ്വംഭരന് നിങ്ങൾക്കുണ്ടായ സന്താനമാണ് അനന്തകൃഷ്ണൻ തമ്പി എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? ചോദ്യം വ്യക്തമായില്ലെങ്കിൽ ഒരിക്കൽ കൂടി ആവർത്തിക്കാം. വേണ്ട, വേണ്ട, ഇത് എന്റെ മകനല്ല. ഞാനിവനെ പ്രസവിച്ചതല്ല. ഈ വിശംബരൻ ചേട്ടൻ സൗജന്യമായിട്ട് തന്നതാണ് ഇവനെ. പ്രസവിക്കാൻ ഭാഗ്യമില്ലാത്ത ഞാൻ സ്വന്തം മകനെ പോലെ അവനെ വളർത്തിപ്പോയി. ഒറ്റമ്മയായിട്ടല്ല, എന്റെ അമ്മയായിട്ട് തന്നെയാ. സ്നേഹിച്ചു പോയി, ഒരുപാട് ഒരുപാട് സ്നേഹിച്ചു പോയി. അവൻ കൈവിട്ട് പോകുന്നതിലുള്ള
ദുഃഖം താങ്ങാനാവാത്തത് കൊണ്ടാ ഞാൻ കള്ളം പറഞ്ഞ് പാപ്പ് പാപ്പ് പാപ്പ്. അമ്മേ ഉമേ 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 ഇവിടെ ലഭിച്ച രേഖകളുടെയും സാക്ഷിമൊഴികളുടെയും ഉമയമ്മ സത്യപാലന്റെ സത്യപ്രസ്താവനകളുടെയും അടിസ്ഥാനത്തിൽ അനന്തകൃഷ്ണൻ തമ്പി എന്നയാൾ മാധവൻ വിശ്വംഭരൻ മകൻ അരവിന്ദന്റെ കൂടപ്പിറപ്പ് തന്നെയാണ് എന്ന നിഗമനത്തിൽ എത്തിച്ചേരാനേ ഈ കോടതിക്കാവുന്നുള്ളൂ. ഈ യാഥാർത്ഥ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അനന്തകൃഷ്ണൻ എന്നയാൾ മാധവൻ വിശ്വംഭരന്റെ മകൻ തന്നെയാണ് എന്ന് ഈ കോടതി വിധി കൽപ്പിക്കുന്നു. സ്വന്തം അച്ഛനോടൊപ്പം പോകണോ അതോ വളർത്തച്ഛനോടൊപ്പം പോകണോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം പ്രായപൂർത്തിയായ യുവാവെന്ന നിലയിൽ അനന്തകൃഷ്ണൻ അവകാശപ്പെട്ടതാണ്. എന്തോ ജന്മം കൊണ്ട് എന്റെ അച്ഛനായിരിക്കാം. പക്ഷെ ഞാൻ അച്ഛാന്നും അമ്മയെന്നും വിളിച്ചു വളർന്നത് മാണിക്യമംഗലത്തെ സത്യപാലൻ തമ്പിയും ഉമയമ്മയുമാണ്. ഒരു കോടതി വിധി കൊണ്ട് പെട്ടെന്ന് മാറ്റാൻ കഴിയോ? അച്ഛനെയും ചേട്ടന്മാരെയും അനിയത്തെയും കാണാൻ ഞാൻ വരും, നിറഞ്ഞ സ്നേഹത്തോടെ സന്തോഷത്തോടെ. അർഹതയില്ലാത്ത സൗഭാഗ്യങ്ങളാണ് ഇത്രയും നാളും ഞാൻ അനുഭവിച്ചിരുന്നത്. മാണിക്യമംഗലത്തെ സ്വത്ത് അവിടുത്തെ മക്കൾക്കുള്ളതാണ്. അത് നിങ്ങൾക്ക് എഴുതിത്തരാൻ ഏത് നിമിഷവും ഞാൻ ഒരുക്കമാണ്. അച്ഛനും വല്യച്ഛന്മാരും ചേർന്ന് അറിയിച്ചോളൂ, ഞാൻ വരാം. ഓനെ നീ അച്ഛനെന്നും അമ്മയെന്നും വിളിച്ച് ശീലിച്ചത് നിങ്ങളെയാണ്. സ്നേഹം അറിഞ്ഞതും നിങ്ങളിൽ നിന്നാണ്. അതൊരിക്കലും അനന്തിന് മറക്കാനാവില്ല. വല്ലപ്പോഴുമൊക്കെ ഞാൻ മാണിക്യമംഗലത്ത് വരും, അച്ഛനെയും അമ്മയും കാണാൻ. അനന്തു, മാണിക്യമംഗലത്തിന്റെ ഒരു കെയർ ഓഫ് എനിക്കും ആവശ്യമില്ലെങ്കിലോ?